ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞില്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് വീഡിയോസ് കുറച്ചായിട്ട് വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഇതിലൊക്കെ പെട്ടിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ ഇടാനും കുറച്ച് വൈകിപ്പോയി. വീട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം എടുത്ത വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ വീട്ടിൽ പോയി വന്നതിന് ശേഷം നല്ല ഹറിബറി നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 3-4 ദിവസമൊക്കെ വീട്ടിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പണി തന്നെ ഉണ്ടാവും. അപ്പോൾ അന്ന് പിന്നെ പോയി വന്നതിന് ശേഷം എടുത്തതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ കുക്കിങ്ങൊക്കെയാണ് വീട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ വന്നിട്ട് രാവിലെ തന്നെ നമ്മൾ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളെവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിലൊക്കെ നോക്കുക, ചുറ്റുപുറമൊക്കെ ഒന്ന് നോക്കട്ടെ, വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ചുറ്റുപുറമൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ അല്ല, അങ്ങനെയൊക്കെ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഞാൻ എല്ലാതൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചീരൊക്കെ വെച്ചതൊക്കെ അത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അത് ഞാനിതാ തെങ്ങിൻ്റെ ചോട്ടിലായിരുന്നു ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കരിയിലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലാത്തൊരു വാട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാതൊന്നും നനച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത്. പിന്നെ ഇതാ നമ്മളൊരു മുരിങ്ങക്കായ വലുതായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കറി വെക്കാൻ ഇത് വെക്കാമെന്നൊക്കെ കരുതുന്നത്. മീനും കാര്യമൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ല നാടൻ കറിയും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പോണത്. മീനും മീറ്റും ഇറച്ചിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതായിട്ടൊക്കെ കണ്ട് ശരിയാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതും പൊട്ടിച്ചിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് അടിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മുറ്റത്ത് ചുറ്റുപുറമൊക്കെ നന്നായിട്ട് ഇലകൾ വീണിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി ഇടണം. അപ്പോൾ നമ്മൾ പുറമൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാമെന്നാണ് കരുതുന്നത്. പിന്നെ നല്ല ചൂടാകുമല്ലോ. അപ്പോൾ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനൊന്ന് മുറ്റടിച്ച് വരി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പണി തീരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരില്ല. വേഗം വേഗം നമുക്ക് പണിയെടുത്ത് തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മൊബൈൽ ദൂരത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരും ഇതന്നെ ആയിരിക്കും. പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിയിട്ട് വന്നിട്ടൊന്ന് മൊബൈലൊന്ന് എടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൊബൈലൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ അതിലെ ഒരു വീഡിയോ കാണും. പിന്നെ അപ്പോൾ ഒന്നേ കാണുള്ളൂ എന്ന് കരുതിയിട്ട് എടുക്കും. എന്നിട്ടൊന്ന് 5 മിനിറ്റ് ഇരിക്കട്ടെ എന്നൊക്കെ കരുതും. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അടുത്ത് കാണും. അങ്ങനെ സമയം ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് നമ്മൾ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറച്ച് കൂടുതൽ പണിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴായാലും മൊബൈൽ അപ്പോൾ മാറ്റി വെക്കുക ചെയ്യുക. എന്നിട്ടാണ് ഞാൻ പണിയെടുക്കാൻ വേണ്ടി നിൽക്കുകയുള്ളൂ. പിന്നെ പണിയെടുക്കുമ്പോൾ എൻ്റെ പോലെ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പണിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് പണിയായാലും വീട്ടിൽ ജോലി, നമ്മൾ കുക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലീനിങ് ആണെങ്കിലും എന്തായാലും നല്ല സൗണ്ടിൽ നല്ല മ്യൂസിക്, നല്ല ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ടോ, നമ്മളെ കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങൾ എന്ന് പറയില്ല, അതുപോലെ നല്ല ഇഷ്ടപ്പെട്ട മലയാള സോങ്സ് ഞാൻ ഇട്ട് വെക്കലുണ്ട് കേട്ടോ. അത് കേട്ടുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു ടയേർഡും എനിക്ക് തോന്നലില്ല. നല്ലൊരു മൈൻഡ് നല്ല റിലാക്സ് ആയിട്ട് പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. പിന്നെ അതാ നമ്മൾ മുറ്റത്ത് പുല്ലും മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് മുളച്ചതായിരിക്കില്ല, എന്നാലും അവിടെ പുല്ലുണ്ട്. മെറ്റലിങ്ങനെ പെട്ടെന്ന് പുല്ല് മുളക്കും. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കണ കാരണം കൊണ്ട് ഇപ്പോൾ മെറ്റലിലൊക്കെ വെള്ളം പോകുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ പുല്ല് മുളക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് പറിച്ചെടുക്കണം. ഇനിയിപ്പോൾ അതിവിടെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ തന്നെ പറിക്കണ്ട. അപ്പോൾ ഞാനത് മുറ്റടിക്കണതിൻ്റെ കൂടെ ഈ പുല്ലുകൾ കാണുമ്പോൾ അതും കൂടി ഒന്ന് പറിച്ചെടുക്കലുണ്ട്. നമ്മൾ എന്നും ജോലി എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യണമെന്നുള്ളതൊന്നും അറിയില്ലല്ലേ. എന്തെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ബുക്കും മൂലമൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ പറമ്പിലൊക്കെ നല്ല എന്തൊക്കെ ഓലൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. തെങ്ങിൻ്റെ പറമ്പാണ്. അപ്പോൾ ഓലകൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോഴിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് കട്ടിക്ക് ഇടലുള്ളതാണ്. പിന്നെ ആരെങ്കിലും വന്നിട്ട് കൊണ്ടുപോകലാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ അവർക്ക് ഒരു അടുത്ത വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അട്ടിക്കിട്ടിട്ട് നമ്മൾ വഴിയും പറമ്പിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൂരിയെടുക്കാമെന്ന് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷനാണ് നമുക്ക് കാണുമ്പോൾ കേട്ടോ. പിന്നെ എന്നോട് പറയും, മക്കൾ പറയും, ഉമ്മാക്ക് മറ്റുള്ളവരെന്ത് വിചാരിക്കണമെന്ന് തോന്നിയിട്ടാണ് എല്ലാം പെട്ടെന്ന് ചെയ്യുന്നത്. അങ്ങനെയല്ല, എനിക്ക് അത് മറ്റുള്ളവർ കാണുന്നതും ഇഷ്ടമല്ല, ഞാൻ കാണുന്നതും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് കാണുന്നതാണ് ഇഷ്ടം. നമ്മൾ പുറത്ത് പോയിട്ടൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അങ്ങനെ നല്ലൊരു വീട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല വൃത്തിയുള്ളൊരു വീടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് എന്തോ ഒരു നല്ല സന്തോഷം തോന്നുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ നല്ല വൃത്തിയുള്ളത് കാണുമ്പോൾ എല്ലാവർക്കും അതൊരു പോസിറ്റീവ് മൈൻഡ് തന്നെ ആവും, പോസിറ്റീവ് ഒരു വൈബാവും.
അടിച്ചു വാരാൻ നിൽക്കുന്നതിന് മുന്നേ ഞാൻ മെഷീനിൽ നമ്മൾ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സുകളാട്ടോ നമ്മൾ കണ്ട് കൊണ്ടുപോയ ഡ്രസ്സുകളാണ്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇട്ടിരുന്ന ഡ്രസ്സുകളൊക്കെയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ അവിടെ അങ്ങനെ ഇടണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി ബാക്കി പണിയെടുക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ചെയ്യാനുള്ള പണികൾ അപ്പോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിത് പിന്നേക്കെന്ന് വെച്ചിട്ടൊന്നും മാറ്റി വെക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് തന്നെ പണി കിട്ടും അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അതാ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ട് കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാതും ചെയ്യൽ. നമുക്ക് ഒരു പണിയും ഭാരമായിട്ട് നമുക്ക് തോന്നാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊരു ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളാണ് എന്നുള്ളത് കരുതിയിട്ട് നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കുകയാണ്. എന്നാൽ ഒരു കുഴപ്പവും തോന്നില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പണീൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം എന്തായാലും പോട്ടെ. അപ്പോൾ ആ ഒരു ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് നല്ലത്. എന്തായാലും നമുക്ക് പണികൾ പറഞ്ഞ സമയത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ എടുക്കുക. അപ്പോൾ അത് എല്ലാ ഭാഗവും ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ വേഗം കുക്കിങ്ങിന് നിൽക്കുകയാണ്. അപ്പോൾ പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്ക ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മളതിൽ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം ഞാൻ കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ നാടൻ കൂട്ടാനുകളാണ്. പപ്പടം ഉണക്ക മാന്താണിട്ട് പിന്നെ പൊരിച്ചെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മുരിങ്ങക്കായും വെള്ളരിയും പിന്നെ ഉണക്ക ചെമ്മീനും ഇട്ടിട്ട് നമ്മൾ കറി കൂടി വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, നാടൻ കറിയാണ്. അത് നല്ല കഴിക്കുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിൽ ചോറൊക്കെ പോകും കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായും വെള്ളരിയും തക്കാളിയും പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയിൽ നമ്മൾ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ഇട്ടിട്ടാണ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെല്ലിയാണ്, ഉണക്ക ചെല്ലിയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു വർഷം മുന്നേ ഞാൻ ഉണക്കിയിട്ട് വറുത്ത് വെച്ചതാണ് കേട്ടോ. ഒരു കേടുകൂടാതെ ഇരിക്കും, നമ്മൾ എത്ര വേണമെങ്കിലും ഇരിക്കും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഉണക്ക ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇത് വെച്ചിട്ട് സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സിൻ്റെ ജാറിൽ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നല്ല വറുത്തതിന് ശേഷം ഒന്നുകൊണ്ട് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ടു. ഇനി അതൊന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. ഇത് ചെല്ലി ഞാനിങ്ങനെ ഉണക്കി വെക്കുന്നത് തന്നെ ഇങ്ങനെ ഉണ്ടാക്കാനാണ്. പിന്നെ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കാൻ വേണ്ടി ഇങ്ങനെ ഉണക്കി വെച്ചിട്ട് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വെക്കലുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കണമെന്ന് അതാണ് വെണ്ടയ്ക്കയാണ്. അപ്പോൾ വെണ്ട നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് പൊടി മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ വെണ്ട അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെണ്ട ഒന്ന് പൊരിച്ചെടുക്കുന്ന രീതിയിൽ ഞാൻ അതിലേക്ക് ഇട്ടിട്ടൊന്ന് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് നമ്മൾ വലിയുള്ളൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കണേക്കാട്ടും ഒന്നുകൂടി ടേസ്റ്റ് മസാല ഇട്ടിട്ടുള്ള ഈ ഒരു വെണ്ടേന്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് കുറച്ച് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത കൂട്ടാനുണ്ടാക്കുന്നത് നമ്മളൊരു ചമ്മന്തി മാതിരി കേട്ടോ. നമ്മൾ അരച്ചെടുക്കുന്നതല്ല, അല്ലാതെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ചൊരു പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഞാൻ അടിച്ചെടുക്കണേക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റ് ഈ ഒരു ചമ്മന്തിക്കാണ്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഇനി വെളിച്ചെണ്ണയും സുറുക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പോൾ ഇത് സ്കൂൾക്കൊക്കെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തയക്കലുണ്ട്. അപ്പോൾ ഒരു കൂട്ടാനും ഇല്ലയെന്നുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കൂട്ടിയിട്ട് ചോറ് കഴിക്കും. അങ്ങനെ എരും പുളിയൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് സുർക്കൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കൂടി ഇവിടെ റെഡി ആയിട്ട് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ മീൻ പൊരിച്ചത് നമ്മൾ അതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചട്ടിയിലുണ്ടാക്കിയ കറികളൊന്നും മാറ്റി വെക്കലില്ല. അങ്ങനെ നമ്മൾ വേറെ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെക്കലുണ്ട്. എന്നിട്ട് ഇനി എല്ലാ ഭാഗവും ഒന്നും തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലീനിങ്ങും കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിച്ചൺ ക്ലീൻ ചെയ്തിടണമല്ലോ. എന്നാലേ നമ്മൾ ആ കിച്ചന് നല്ല വൃത്തിയായിട്ടിരിക്കുള്ളൂ. എപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ലിക്വിഡൊക്കെ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് വേഗം തുടച്ചെടുക്കുക.
തുടച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോകട്ടെ, നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡ് വാഷ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മതി. ലിക്വിഡിൽ നല്ല സ്മെല്ലേക്കാരം കിച്ചൺ എപ്പോഴും. പിന്നെ നമ്മളെ ഈച്ച പ്രാണി എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പം തന്നെ വൃത്തിയാക്കി എടുക്കുകയാണ് നല്ലത്. കിച്ചൺ നമ്മൾ എപ്പോഴും നീറ്റായിട്ട് കൊണ്ടുപോകണം. നമ്മൾ മുൻഭാഗവും കിച്ചണും എപ്പോഴും പെട്ടെന്ന് ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ നമ്മളെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അത് സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചുമായിട്ട് തുടച്ചെടുക്കും ഞാൻ. എന്നിട്ട് മുറ്റത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുറ്റത്തുള്ളതും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഉള്ളിലേക്ക് കയറുക. പിന്നെ നമ്മൾ കിച്ചണും നല്ല ക്ലിയർ ആയിട്ട് എടുക്കണം എപ്പോഴും. അപ്പോൾ നല്ല ഒരു വീടിൻ്റെ ഫ്രണ്ടും ബാക്കും അത് നല്ല വൃത്തിയായിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ ഭാഗവും വൃത്തിയാവണം, എന്നാലും അത് ഇങ്ങനെ പാത്രങ്ങൾ പരത്തിയിടുക അങ്ങനെയുള്ള സ്വഭാവം നമ്മൾ കിച്ചണിൽ ചെയ്യരുത്. കിച്ചണിൽ നമ്മൾ പാത്രങ്ങളൊക്കെ എപ്പോഴും നല്ല അടക്കി ഒതുക്കിയിട്ട് വെക്കേണ്ട സ്ഥാനത്തേക്ക് വെച്ച്, അല്ലെങ്കിൽ കൂടുതൽ പാത്രങ്ങൾ പരത്തിടാതെ സിങ്കിൽ എപ്പോഴും പാത്രം കിടക്കാതെ അങ്ങനെയൊക്കെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യൽ അങ്ങനെ ആക്കണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ വരുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല വൃത്തിയിൽ കിടക്കണ കിച്ചണിൽ നിന്ന് പണിയെടുക്കാനല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുക. ഞാൻ കിച്ചണിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സജീർ കോപ്പത്തിൻ്റെ ഒക്കെ സോങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഞാൻ വെക്കലുണ്ട്. അപ്പോൾ നമ്മൾ ആ പാട്ടിലൂടെ ഇങ്ങനെ അലിഞ്ഞു പോണ പോലെ തോന്നിട്ട് നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഞാനത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ജോലി ചെയ്യൽ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്തൊക്കെ കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അങ്ങനെ മറ്റുള്ള ചിന്തകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജോലി എടുക്കുന്നത് നമ്മളങ്ങനെ അറിയില്ല, നല്ല റിലാക്സ് ആയിട്ട് ചെയ്യണ പോലെ തോന്നും. അപ്പോൾ ഞാൻ പാത്രങ്ങളും കൂടി കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഓവറായിട്ട് പാത്രം പരത്തിയിട്ട് കുക്ക് ചെയ്യണ സ്വഭാവം എനിക്കില്ല. കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യാനാണ് ശ്രദ്ധിക്കൽ ഞാൻ. അപ്പോൾ അത് നമുക്ക് തന്നെ കഴുകണ്ടേ. പാത്രം കഴുകണത് കുറച്ചൊരു ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. കാരണം ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം പാത്രം കഴുകേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയില്ലല്ലേ. രാവിലെ കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടാവും, പിന്നെ ഉച്ചക്ക് ഉണ്ടാവും, പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും, രാത്രിയിലുണ്ടാവും, വൈകിട്ടുണ്ടാവും. നമ്മൾ എന്ത് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ പാത്രം കഴുകൽ മസ്റ്റാണ്. അതിന് മോളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മടിയുള്ളൊരു കാര്യമാണ് ഈ പാത്രം കഴുകൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കഴുകണ്ടേ. അപ്പോൾ കുറച്ച് പാത്രം ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കൽ. അപ്പോൾ ഞാൻ പാത്രങ്ങളാണ്ട് കഴുകിയെടുക്കുന്നുണ്ട്. അടുക്കളയിൽ കുറേ നേരം നിന്നിട്ട് പണിയെടുക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. നല്ല ചൂടുമാണ്. വേഗം പണിയെടുത്തിട്ടാണ്ട് തീർത്തിട്ട് കിച്ചണിൽ നിന്നാണ്ട് പോകണം കേട്ടോ. എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുമ്പോഴൊക്കെ എന്തോ ഒരു പോലെ തോന്നി, എനിക്ക് ഒരു ദേഷ്യമൊക്കെ വരും. അപ്പോൾ ഞാനത് വേഗം ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ പരത്താതെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ എടുത്ത് തീർക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പണീൻ്റെ ഇടയിലൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അത് വേഗം കഴുകി വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണാണ്ട് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനിയൊന്നും നന്നായിട്ടൊന്ന് അടിച്ചു വരാണ്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞതല്ല, പൊടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരിക എന്നാണ് കരുതുന്നത്. മോനിത് അവിടെ ഇരുന്നിട്ട് ചിത്രം വരക്കുന്നുണ്ട്. ഞാൻ അവിടെ റൂമിലിട്ടതാണ്. അവിടെ എന്തെങ്കിലും ഒന്നിൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് വേഗം പണിയെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ മോളും അവിടെ ഉണ്ട്. അപ്പോൾ അവന് ഒരു ചിത്രം വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഞാനൊന്ന് എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ജനലിൻ്റെയും കട്ടിൻ്റെ അടിയിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും എങ്ങനെയായാലും പൊടിയും കാര്യങ്ങളും വീട്ടിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല ക്ലീനാക്കിയിട്ട് അടിച്ചു വരാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. തുടക്കണേക്കാട്ടി മെയിനാണ് അടിച്ചു വരലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ അടിച്ചു വരൽ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ തുടച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും അടിച്ചു വരണം, നന്നാക്കിയിട്ട് അടിച്ചു വരണം. അപ്പോൾ ഞാൻ എല്ലാ മുക്കും മൂലൊക്കെ തട്ടിക്കൊട്ടിയിട്ടൊന്ന് അടിച്ചു വരെടുക്കുന്നുണ്ട്. ഇനി തുടക്കൽ നാളെയാണ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ തുടക്കുമ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ടും തുടക്കണം. പണികളൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്ന പുളിയിഞ്ചി കണ്ടത്, നല്ല കറുത്ത പുളിയിഞ്ചി, നല്ല ടൈറ്റായിട്ടുണ്ടാവുന്ന ഒരു പുളിയിഞ്ചി ഉണ്ടല്ലോ, അതാണ് നല്ല ടേസ്റ്റുള്ള പുളിയിഞ്ചിയാണ്. എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചോറൊക്കെ നല്ല ടേസ്റ്റുള്ള കൂട്ടാനുകളാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണ്. ഇനി പിന്നെ നമ്മളിനി പുറത്തേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ. ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി രാത്രിയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. വൈകുന്നേരം ഒരു മഗ്‌രിബിൻ്റെ ഒക്കെ ഒരു നേരം ആകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 1-2 ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെറുതെ കുട്ടികളായിട്ടൊന്നുകൊണ്ട് പുറത്ത് പോയതാണ്. അവർക്കൊന്ന് കളിക്കും കൂടി ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ മാൾക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ പുറത്ത് പോക്കും നമ്മൾ ഈ വെള്ളം മാറി കൂടിയൊക്കെ ആയിട്ട് ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തായാലും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ എന്തായാലും അറിയിക്കുക. പിന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.